ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. പൂവാറിൽ കോൺഗ്രസ് പ്രവർത്തകർ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. അരിമാനൂർ സ്വദേശിയായ 22-കാരൻ അച്ചുവിനെയാണ് മർദ്ദിച്ചത്. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് വ്യക്തമാവുന്നത്? പൂവാറിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. 4 കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് അച്ചു എന്ന 22 വയസ്സുകാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തൊട്ടടുത്ത ഒരു ഗോഡൌണിൽ എത്തിച്ച് പൂട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇയാളുടെ സുഹൃത്തുമായി, അച്ചുവിന്റെ സുഹൃത്തുമായി ഇവർ തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൽ ആ സുഹൃത്തിനെ ഗോഡൌണിലേക്ക് എത്തിക്കാനായാണ് ഈ അച്ചുവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി ഗോഡൌണിൽ എത്തിക്കുകയും തുടർന്ന് ആക്രമിക്കുകയും ചെയ്തത്. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഗോഡൌണിൽ ഈ മർദ്ദനമേറ്റ നിലയിൽ ഈ യുവാവിനെ കണ്ടെത്തുന്നത്. എന്തായാലും സ്ഥലത്തെ 4 കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നാട്ടുകാർ പറയുന്നത്. പൂവാർ പോലീസ് നിലവിൽ കേസെടുത്ത് ഇവർക്കായി അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു പ്രകോപനവും ഇല്ലാതെ മറ്റൊരാളുമായി ഉണ്ടായ ഒരു വാക്കുതർക്കത്തിലാണ് ഈ അച്ചു എന്ന 22-കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചത്. നാലംഗ കോൺഗ്രസ് സംഘമാണ് മർദ്ദിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഈ മർദ്ദനമേറ്റ അച്ചുവിന്റെ ആരോഗ്യനില എപ്രകാരമാണ്? മണിക്കൂറുകൾ ഗോഡൌണിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി 9 മണിയോടെയാണ് ഇയാളെ പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് ഗോഡൌണിൽ കണ്ടെത്തിയത്. ആരോഗ്യസ്ഥിതി ഇപ്പോൾ വലിയ ഗുരുതരമല്ല. ഇന്നലെ മുതൽ ആശുപത്രിയിൽ യുവാവ് തുടരുകയാണ്. ഇയാളുടെ മറ്റ് അക്രമം നടത്തിയ 4 പേർക്കായുള്ള അന്വേഷണവും പോലീസ് നടത്തുകയാണ്. നിലവിൽ അച്ചുവിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.